ഹലോ മച്ചമാരെ, എല്ലാവർക്കും ഏറ്റവും പുതിയൊരു ട്രെയിലർ ഡീകോഡിംഗ് റിയാക്ഷൻ വീഡിയോ സാർ. അപ്പം നമ്മൾ പറയാൻ വേണ്ടി ഇപ്പോൾ നമ്മുടെ ദളപതി വിജയുടെ ഗോട്ട് എന്ന് പറഞ്ഞ നമ്മുടെ ട്രെയിലർ നല്ല റിലീസ് ചെയ്തിരുന്നു. ഏകദേശം ഇതിൻ്റെ ഡ്യൂറേഷൻ വന്നിട്ടുള്ള 2 മിനിറ്റും 45 സെക്കൻഡിനാണ് ഡ്യൂറേഷൻ വന്നിട്ടുള്ളൂ. കാരണം ഗോട്ടിൻ്റെ ട്രെയിലർ കേട്ടപ്പോൾ എന്താ പറയുക, ചിലർക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. അതൊരു ഫീലിംഗ് എനിക്ക് ചെയ്തു. കാരണം നമ്മൾ പ്രതീക്ഷിച്ചത്ര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ട്രെയിലർ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ഒരു ട്രെയിലർ എന്ന നിലയ്ക്ക് മാത്രമാണ് അതിന് കാണേണ്ടതുള്ളൂ. ഗോട്ടിൻ്റെ ഓരോ പോസ്റ്റർ വന്നാൽ പോലും ഒട്ടും തന്നെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല. പ്രത്യേകത ഒരുപാട് ഉണ്ട്. കാരണം ചിത്രം റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന സെപ്റ്റംബർ 5-ാം തീയതി ആണെങ്കിൽ പോലും ഓരോ പോസ്റ്റേഴ്സ് ആണെങ്കിലും ഒട്ടും തന്നെ ഒരു ഇമ്പാക്റ്റോ അല്ലെങ്കിൽ എന്താ പറയുക പോസിറ്റീവായി ക്രിയേറ്റ് ചെയ്യാൻ ചിത്രത്തിൽ ഇതുവരെയും സാധിച്ചിട്ടില്ല. പക്ഷെ അതിനോട് മറികടക്കാൻ ട്രെയിലർ സാധിക്കുമെന്ന് വിചാരിച്ചു, പക്ഷെ അതും സാധിച്ചില്ല. അപ്പോൾ നമ്മൾ ഗോട്ടിനെ കുറിച്ച് പറഞ്ഞാൽ വെങ്കിട്ട് പ്രഭു ആണ് ഇതിന് ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ മന്നാടും മങ്കാത്തൊക്കെ സമ്മാനിച്ചുള്ള വ്യക്തി തന്നെയാണ്. ബാക്കി ഒരുപാട് ചിത്രങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. മാസമൊക്കെ കുറേ പരാജയങ്ങളും അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വിജയങ്ങളൊക്കെ സമ്മാനിച്ചുള്ള വ്യക്തി തന്നെയാണ് നമ്മുടെ വെങ്കിട്ട് പ്രഭു. അവസാനം ഇറങ്ങിയ മന്നാടടക്കം ഗംഭീരമായിട്ടുള്ള ഒരു ടൈം ലൂപ്പായിരുന്നു, ശരിക്കും ഞെട്ടിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്താണ് പ്രേക്ഷകരിലേക്ക് കാണിച്ചു ചെയ്യാൻ വേണ്ടി ശ്രമിച്ചെന്ന കാര്യത്തിൽ ചിത്രം കണ്ടാൽ മാത്രമേ നമുക്ക് വിശേഷിക്കാൻ സാധിക്കുള്ളൂ. പക്ഷേ ഒരു വാവ് ഫാക്ടർ എന്ന് പറയാൻ ഇല്ലെങ്കിൽ പോലും എന്തൊക്കെയോ ഒരു എന്താ പറയുക അത്ഭുതം സംഭവിക്കും, ചില സീൻസ് പോലും ഉണ്ടാവാതിരിക്കാം. മറ്റൊരു പ്രത്യേകത വെച്ചാൽ നമ്മുടെ ദളപതി വിജയുടെ സെക്കൻഡ് ലാസ്റ്റ് ചിത്രമാണിത്. അതിനുശേഷം വരാൻ വേണ്ടി ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ചിത്രമാണ്. അവസാനത്തോടു കൂടി അദ്ദേഹം ഇനി സിനിമാ ജീവിതം അവസാനിപ്പിക്കും എന്നുള്ള പുതിയ അപ്ഡേറ്റ് കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് റെഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ട്രെയിലറിനെ കുറിച്ച് പറയുമ്പോൾ ഗോട്ടിൻ്റെ ട്രെയിലർ ഞാൻ പറഞ്ഞിരുന്നു 2 മിനിറ്റ് 45 സെക്കൻഡാണ് എൻ്റെ ഡ്യൂറേഷൻ ഉള്ളതെന്ന്. ഇതിൽ ദളപതി വിജയെ കൂടാതെ നമ്മുടെ തമിഴ് നടന്മാർ പ്രഭുദേവ, ജയറാം, അജ്മൽ, സ്നേഹ, മീനാക്ഷി ചൗധരി തുടങ്ങിയവരൊക്കെ കാണിച്ചിരുന്നു, ലൈല. അപ്പോൾ നമ്മൾ ഫീൽഡ് ഔട്ട് ആയിട്ട് ഒരുപാട് താരങ്ങളൊക്കെ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും പ്രശാന്ത്, അങ്ങനെ ഒരുപാട് താരങ്ങളുണ്ട് ചിത്രത്തിൽ. പ്രധാനമായി ലൊക്കേഷനൊക്കെ കാണിച്ചിരുന്നത് വെച്ചാൽ ചെന്നൈ, അതുപോലെ തന്നെ ബാങ്കോക്ക്, റഷ്യ തുടങ്ങിയവരൊക്കെ പ്രധാനമായിട്ടും ലൊക്കേഷനായി കാണിച്ചിട്ടുള്ളത്. ഇതിൽ തുടക്കം തന്നെ നമ്മൾ ഇതിൽ പറയുന്നുണ്ട്, നമ്മുടെ പ്രശാന്ത് എന്ന് പറയുന്ന ആ വ്യക്തി പറയുന്നുണ്ട്, എന്താ പറയുക, ഇതിൽ ഒരു പഴയൊരു 60ഓളം മിഷൻ വിജയിച്ചൊരു വ്യക്തി, ഇപ്പോൾ ഫീൽഡ് ഔട്ട് ആയിട്ടുള്ളൊരു വ്യക്തി, ഒരു സ്പൈ ഏജൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ദളപതി കുറിച്ചാണ് കൂടുതലായി ബിൽഡപ്പ് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം വീണ്ടും അദ്ദേഹം തിരിച്ചുകൊണ്ട് വരാൻ ശ്രമിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേര് ഗാന്ധി എന്ന് വൈഫായിട്ടുള്ള സ്നേഹ പറയുന്നുണ്ട്. അപ്പോൾ വ്യക്തമായിട്ടും ആ പേര് അനുയോജ്യമായിട്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് വിളിക്കുക ഗോട്ട് എന്നാണ് വിളിക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ദളപതി വിജയുടെ ഒരു ഇൻട്രോ കാണിച്ചിട്ടുള്ളത്, ആൻറ്റി ടെറർ സ്ക്വാഡ് എന്ന്. അപ്പോൾ അദ്ദേഹം നമുക്കറിയാം, അദ്ദേഹം ഈ സ്ക്വാഡിൽ സ്പൈ ഏജൻറ്റ് സ്ക്വാഡിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. തൻ്റെതല്ലാത്ത എന്തോ കാരണത്തിൽ അല്ലെങ്കിൽ എന്തോ പ്രശ്നം കൊണ്ട് അദ്ദേഹം സ്ക്വാഡ് വിട്ട് പിരിഞ്ഞു പോകുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം സ്ക്വാഡ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക വധഭീഷണി നാടുണ്ടെന്ന് അറിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹായം തേടുകയാണ്. അതിൽ തന്നെ പറയുന്നുണ്ട്, തുടക്കം തന്നെ 60ഓളം മിഷൻസുകൾക്ക് വിജയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഒന്നും ചെയ്യാൻ മടിയില്ലാത്തൊരു വ്യക്തി, അല്ലെങ്കിൽ ഗോട്ട് എന്ന് വിശേഷിപ്പിക്കുന്ന കഴിവുള്ള വ്യക്തിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ എന്താ പറയുക വളരെ ഇമ്പാക്റ്റ് കൊടുത്തിട്ടാണ് നമ്മുടെ ദളപതി ഇൻട്രോ സീൻസും കുറച്ച് ആളൊക്കെ തള്ളിയിട്ട് ആളെ കാണിച്ചിട്ടുണ്ട്. സംഭവമൊക്കെ നൈസായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് സ്നേഹ പറയുന്നുണ്ട്, എന്താ പറയുക, അതിൽ എനിക്ക് ഗാന്ധി ഓർത്തുള്ള പേടിയുന്നത് അത് വിജയെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. സ്നേഹ പ്രഗ്നൻ്റ് ആണ്, ഹോസ്പിറ്റൽ സീൻസ് കാണുമ്പോൾ വ്യക്തമാണ്. ഇതിലെടുത്ത് അത് കാണിച്ചുള്ള ഒരു ബാങ്കോക്കാണ്. കാരണം അവിടെ നിൽക്കുന്ന ഏരിയസും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അതിലിടയ്ക്ക് പ്രശാന്ത് പ്രഭുതോടും നിൽക്കുന്ന സമയത്ത് ജയറാമിനോട് ചോദിക്കുന്നുണ്ട്, നിനക്കെന്താ വിവരമില്ലേ? കാരണം ഫാമിലി ആയിട്ടാണ് ബാങ്കോക്കിലോട്ട് പോകാൻ വേണ്ടി വന്നിട്ടുള്ളത്, അതും ഇവിടുത്തെ ഇങ്ങനൊരു മിഷൻ വരുന്ന സമയത്തെന്ന് പറയുന്നുണ്ട്. അതിന് തൊട്ടടുത്ത സീനിൽ ഒരു കാർ ചേസിങ് സീൻസൊക്കെ കാണിക്കുന്നത്. പക്ഷേ സ്നേഹ ഒരു പ്രശ്നം മരണപ്പെടുക അല്ലെങ്കിൽ അതിനിടയ്ക്ക് സംഭവിക്കുന്ന കാര്യമായിരിക്കാം മുന്നോട്ട് പോകുന്നുണ്ടാവുന്നത്. തൊട്ടടുത്ത സീനിലൊരു കാർ ആക്സിഡൻറ്റ് സംഭവിക്കുന്ന ഒരു ബോംബ് വലിച്ചെറിഞ്ഞിട്ട് വ്യക്തിക്ക് എടുക്കുന്നു, ഒരാൾ കൈ കാണിക്കുന്നുണ്ട്. ഒരു പക്ഷേ അത് വില്ലൻ്റെ ആരെങ്കിലും ആയിരിക്കാം. വില്ലനെ കണ്ടു കഴിഞ്ഞാൽ ഒരു കോമഡി പീസ് പോലെയാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഒരു പക്ഷേ അത് മെയിൻ വില്ലനായിരിക്കാം, അല്ലെങ്കിൽ ഒരു സാധാരണ ആയിട്ടുള്ള വില്ലനായിരിക്കാം. എന്താ സംഭവം എന്ന് വ്യക്തമായി നമുക്ക് കണ്ടാൽ മാത്രമേ സാധിക്കുള്ളൂ. അതിനുശേഷം എനിക്ക് തോന്നുന്നുണ്ട് ഫ്ലാഷ് ബാക്ക് മൊത്തം, അതായത് എന്താ പറയുക പാസ്റ്റ് ടെൻസ് മൊത്തം നടക്കാൻ വേണ്ടി പോകുന്ന ബാങ്കോക്കിലുള്ള സ്റ്റോറി ആയിരിക്കും മുന്നോട്ട് പോകുന്നുണ്ടാവുക. അതിനുശേഷം അതിൻ്റെ പ്രസൻറ്റിലോട്ട് വരുമ്പോൾ ചെന്നൈ, അതുപോലെ തന്നെ റഷ്യ ആളെ കടന്നു പോകുന്നുണ്ട്. കാരണം ഈ പ്രസൻറ്റിലോട്ട് ജയറാമ വിളിക്കുന്നുണ്ട്, ചെന്നൈയിലെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്, അങ്ങോട്ട് വരാൻ പോകുന്നുണ്ട്. അത് 2-3 സ്റ്റേഡിയത്തെ കുറിച്ച് പറയുന്നു. കാരണം ആളെ ഒരു മാപ്പ് ജയറാമിൻ്റെ സീൻസ് നോക്കി കഴിഞ്ഞാൽ സാധിക്കും, ഒരു സ്റ്റേഡിയം പോലത്തെ. അതിലുള്ള നെക്സ്റ്റ് ഏജ്ഡ് ആയിട്ടുള്ള ഒരു വിജയം കാണിക്കുന്നുണ്ട്. അതായിരിക്കും ഒരു ചിഹ്നത്തിൻ്റെ അവിടെ വെച്ചിട്ട് ഫൈറ്റ് നടക്കുന്നത്. ഒരു പക്ഷേ പ്രസൻറ്റുള്ള ഫൈറ്റ് സീനായിരിക്കും. അത് കഴിഞ്ഞ് ഒരു റെയിൽവേയിൽ വെച്ചിട്ട് ഫൈറ്റ് സീൻ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു സ്റ്റേഡിയം ഫൈറ്റ് സീൻ കാണിക്കുന്നുണ്ട്. വില്ലൻ അപ്പോഴും കാണിച്ചിട്ടില്ല, വില്ലൻ ആരാണെന്ന് പുറത്ത് വിട്ടിട്ട് തിരിഞ്ഞു നിൽക്കുന്ന ഭാഗമായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. എനിക്കൊന്ന് അവസാനമായി ക്ലൈമാക്സിലേറ്റ് അവസാനത്തെ ഒരു ഫൈറ്റ് സീനായിരിക്കും ഒരു പക്ഷേ ആ സ്റ്റേഡിയത്തിലുള്ള ഒരു ഫൈറ്റ് സീനായിട്ട് കാണിച്ചിട്ടുള്ളത്. കാരണം ബൈക്കൊക്കെ എടുത്ത് കൊണ്ടുവരുന്ന ഭാഗം കാണിച്ചിട്ടുണ്ട്.
അതിനിടയ്ക്ക് നമ്മുടെ ദളപതി വിജയ് ചെറുപ്പകാലമായിട്ട് മകനെ കാണിക്കുന്നുണ്ട്. മകനെ കാണിക്കുമ്പോൾ ശരിക്കും അതിൻ്റെ A1 ഉപയോഗിച്ചിട്ടാണ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. എനിക്ക് ഒട്ടും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ തോന്നിയില്ല, കോമഡി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ചില ഭാഗം ഒക്കെ ആയിരുന്നു, പ്രത്യേകിച്ച് ആ മീശൊക്കെ വൻ കോമഡി ആയിട്ടാണ് സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ആ പാട്ടിനേക്കാൾ ഒരു വധമായിട്ട് എനിക്ക് ചെറിയ സീൻസായിട്ട് ചില ഭാഗത്തൊക്കെ തോന്നി. ചില സീൻസ് അതിൽ മകൻ വിജയോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ അപ്പയ്ക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് പറയും, ഞാൻ ചെയ്തോളാം. ഇതെന്താണിത്? കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു നാടിനെ സംരക്ഷിക്കുന്ന സ്ക്വാഡാണ്, അത് തലമുറയായി കൈമാറുന്ന സംഭവമൊന്നുമല്ല. അത് എത്ര ഏജൻ്റ് ആണെങ്കിലും ആ ഏജ് ഡിഫറൻസും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് മസ്റ്റാണ്. അത് ചോദിക്കുന്നുണ്ട്. ഇനി എന്താണെന്ന് അറിയില്ല, തമിഴ് സിനിമയാണ്, നമുക്ക് കണ്ട് തന്നെ പറയാൻ വേണ്ടി വരുന്നുണ്ട്. എനിക്കൊന്നും അതിൽ ആളൊരു വ്യക്തി ഒരു സയൻസുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തിയായിരിക്കും ദളപതി വിജയുടെ മകൻ അവതരിപ്പിക്കുന്ന മകൻ വിജയ്. കാരണം അതിൽ തുടക്കം തന്നെ കുറച്ച് ബാനോടും പരിപാടിയും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. പിന്നെ ശേഷം ആളിന് ഒരു പരിധി വരെയും തൻ്റെ അച്ഛനെ സഹായിച്ചിട്ട് അതിനപ്പുറത്തോട്ട് പക്ഷേ എതിർപ്പാട്ടിലേക്ക് തിരിക്കുന്ന ഒരു കഥാപാത്രമായിരിക്കാം ദളപതി വിജയുടെ മകനെ അവതരിപ്പിക്കുന്ന വിജയ് കഥാപാത്രം. കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഒരു പക്ഷെ അത് തന്നെയായിരിക്കും ഒരു ഫാക്ടറായിട്ട് ചിത്രത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ചിലപ്പോൾ മകനായിരിക്കാം വില്ലൻ, ഒന്നും പറയാൻ സാധിക്കില്ല, കാരണം വെങ്കട് പ്രഭുവിൻ്റെ പടമാണ്. പക്ഷെ മകനായിരിക്കും വില്ലൻ, ചിലപ്പോൾ അതിനപ്പുറത്തോട്ട് വലിയൊരു വില്ലൻ ഉണ്ടായിരിക്കാം. കാരണം വെങ്കട് പ്രഭുവും തലയും ഭയങ്കര ഒരു കമ്മ്യൂണിക്കേഷൻ ഉള്ള വ്യക്തിയാണ്. പക്ഷേ അജിത്ത് ഒരു പക്ഷേ ഗസ്റ്റ് റോളായി വന്നേക്കാം. വെറും ഹ്യൂമർ മാത്രമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ വരാനിരിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു 98% വരില്ല, 2% മാത്രമേ ഒരു പ്രതീക്ഷയുള്ളൂ. നമുക്ക് എന്തെങ്കിലും സസ്പെൻസ് ഒരുക്കി വെച്ചിരിക്കുക, ഒരു ഗസ്റ്റ് റോളായിട്ട് മെയിൻ വില്ലനായിട്ടോ അല്ലെങ്കിൽ ഗംഭീരമായിട്ടുള്ള ലാസ്റ്റ് സീനൊക്കെ ആയിട്ട്. കാരണം അതിൽ ആ സ്റ്റേഡിയത്തിലൊക്കെ ദളപതി വിജയ് വ്യക്തി സംസാരിക്കുന്ന ഭാഗമായി കാണിക്കുന്നുണ്ട്. പക്ഷേ ചിലപ്പോൾ മാത്രം എന്നേ പറയുന്നുള്ളൂ. എങ്കിലും ഗോട്ടിൻ്റെ ഒരു ട്രെയിലർ കണ്ടപ്പോൾ എനിക്കൊരു ഏവറേജ് അനുഭവമായിട്ടാണ് തോന്നിയിട്ടുള്ളൂ. ബാക്കി സെപ്റ്റംബർ 5 തീയതി പറയുന്ന തിയേറ്ററുകളിൽ ദളപതിയുടെ കുറേ റെഫറൻസ് ഒക്കെ കാണിച്ചിട്ട് ടൈറ്റിലും അതുപോലെ എൻഡ് കാർഡും കൊള്ളാമായിരുന്നു. ദി ഗ്രേറ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഇത് കാണിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ. കാരണം ആളെ കുറേ പടത്തിൻ്റെ റെഫറൻസ് കൊണ്ട് കാണിച്ച സംഭവം ഗെറ്റപ്പായി രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ തിയേറ്ററിൽ വളരെ ഓളം സൃഷ്ടിക്കാൻ പ്രതീക്ഷിക്കുന്നു. അത് നമ്മുടെ ദളപതിയുടെ സെക്കൻഡ് ലാസ്റ്റ് ചിത്രമാണ് ഗോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള മൂവി. ആ സെപ്റ്റംബർ 5 തീയതിയാണ് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എനിക്ക് കണ്ട വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് ട്രെയിലറാണ് തോന്നിയൊരു ഏവറേജ് അനുഭവമാണ്. എന്തായാലും നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു അനുഭവമാണ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അതായിരിക്കും ബൈ.